ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം യൂട്യൂബ് ചാനലിൽ ഇടാൻ പോകുന്ന ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പം ഇന്ന് ഔട്ടിംഗ് വിത്ത് കണ്ണൂർ പാണ്ടി. എൻ്റെ കണ്ണൂരിൽ നിന്നുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹലോ പറ. ഹായ്. ഹായ്. എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബറാണ്. അവ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ കല്യാണത്തിന് വേണ്ടി വന്നതാണ്. 2 ദിവസം ഞാൻ സഹിക്കണം. നിങ്ങൾ മിസ്സി ഗ്രൂപ്പ് വഴി കണക്റ്റ് ആയ ആളാണ്. ഇന്നലെ വന്നു. ഇന്ന് എറണാകുളം കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പൊ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പോവാണ്. നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോസൊക്കെ ഇടാം. ഓക്കെ. രാവിലെ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് ഓട്ടോക്കെ പോയേ. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ബസ് കിട്ടിയിട്ട് പോയി. ആദ്യം ലുലു മാളിലോട്ടാണ് കൊണ്ടുപോയത്. ചുമ്മാ ലുലു മാളിൽ പിന്നെ എന്തെങ്കിലും കാണട്ടെ എന്ന് വെച്ച് കൊണ്ടുപോയതാണ്. പിന്നെ കണ്ണൂർ ലുലു മാളില്ലല്ലോ. പിന്നെ എൻ്റെ ഷോ ആയിരുന്നു ലുലു മാളിൽ. അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ മനുഷ്യരുണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ പ്രാവശ്യം. ഒറ്റ മനുഷ്യനില്ല ലുലു മാളിൽ. ആൾക്കാർ കുറവാണ്. അപ്പം ഗൈസ്, നമ്മളെ ലുലുവിലെത്തി. വരും നിങ്ങൾ വന്ന ദിവസം ഒറ്റ മനുഷ്യനില്ല ലുലുവിൽ. അല്ലെങ്കിൽ ലുലുവിൽ നല്ല തിരക്കുണ്ടാവണം ഈ ദിവസം. എല്ലാം എൻ്റെ ഐശ്വര്യം. വന്നിട്ട് കരണ്ട് പോയി. മഴ കിട്ടിട്ടോ. പോയി. അപ്പോഴാണ് ഈ ട്രെയിൻ കണ്ടത്. ഇത് കുറേ ഞാനിങ്ങനെ ഇവിടെ കൂടെ ഓടി കളിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിൽ കയറണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ മറ്റേ വണ്ടി ഓടിക്കുന്ന ആശാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഓടിച്ചില്ല. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. കയറിയില്ല. കയറി തുറന്ന് ഓടിക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്തിന്? 5 പൈസ ഇല്ല. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ തൊട്ടി സാധനം മാത്രമാണ്. പൈസയും കൊണ്ടുവന്നില്ല. എന്താ ചെയ്യാവാ? വെറുതെ AC കൊണ്ട് കാണിക്കാം അവിടെയൊക്കെ. അതൊക്കെ കണ്ടോ വേണമെങ്കിൽ. കണ്ണൂരുണ്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ? കണ്ണൂരിനെക്കാളുണ്ട്. എന്നാ കണ്ണൂർ വെക്കോ? ഇതിലൊക്കെ ആദ്യമായിട്ടല്ലേ കയറണേ? ദുബായിൽ ജീവിച്ച നാടൻ മലയാളി അല്ലേ? കൊണ്ടോക്കോ വീട്ടിൽ. നിങ്ങളുടെ ചായ നിന്നെ പോലെയുണ്ട്. ഞങ്ങൾ ഈ കുരങ്ങൻ്റെ കടയിൽ കയറി. കുരങ്ങനെ ഇഷ്ടമായി. മേടിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ 5 പൈസയില്ല. നിങ്ങൾക്ക് എൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ. എൻ്റെ കയ്യിൽ ആ ബാഗിൻ്റെ ഉള്ളിൽ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ കുരങ്ങനെ എടുത്തു. കുരങ്ങനെ എടുത്തോടത്ത് തന്നെ വെച്ചു. എനിക്ക് മാത്രമേ ഉള്ളൂ 5 പൈസയില്ല. 5 പൈസ. അത് കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ല. ദുബായിൽ നിന്ന് പശുവിൻ്റെ മിഠായി, കണ്ണൂരിൽ നിന്ന് കിണ്ണത്തപ്പം, കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നത് കിണ്ണത്തപ്പം. എന്നിട്ട് ലുലു മാള് കാണാൻ വന്നേക്കാണ്. ആർക്കും അറിയില്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം. പിന്നെ ആയിരുന്നു ഒരുമാതിരി പട്ടണം കാണാത്ത പോലത്തെ ആൾക്കാരുടെ പോലെ ഇരുന്ന് പെരുമാറിയത്. ഇത് ലുലുവിൻ്റെ ഏത് കോർണറിലാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ സ്പെക്സ് ഭയങ്കര ഇഷ്ടമായി. മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഞാനിങ്ങനെ വച്ചുകൊണ്ട് ഓടിയാലോ എന്ന് വരെ ആലോചിച്ചു. പൈസ ഇല്ലാഞ്ഞിട്ടേ. എന്ത് ചെയ്യാനാണ്. പക്ഷെ എനിക്കിഷ്ടമായി. വില കേട്ടപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. 10,000-2000 രൂപയാണെന്നും കണ്ട് കേട്ടു. എന്തിനാണ് വെറുതെ? നമ്മൾ കണ്ണൊക്കെ കാണണ്ടേ? കണ്ണട വെച്ച് എങ്ങനെ ആൾക്കാർ കണ്ണ് കാണാം? അതുകൊണ്ട് അവിടെ വെച്ചു. പിന്നെ കമ്മൽ ഇങ്ങനെ നോക്കി കറക്കിക്കൊണ്ടിരുന്നു. നല്ല എനിക്കിഷ്ടമായി. പിന്നെ എന്തോ മദേഴ്സ് ഡേ ആയിട്ട് അമ്മക്കൊരു കത്തെഴുതാൻ പറഞ്ഞു. അവിടെ എന്തോ കത്തെഴുതി. പിന്നെ വിശന്ന് വയറ് കരയാൻ തുടങ്ങി. ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. ചിക്കൻ നൂഡിൽസ് സോസ് ഞാൻ ആത്മാവ് എടുത്തു അതിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് എന്തോ കാണിക്കണമായിരുന്നു. അത് മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്കിയപ്പോൾ തെന്നി വീണു. ആരും കണ്ടില്ല. പിന്നെ ഷമാമാണ്. ഷമാം കുടിച്ചു. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് നോക്കി കുടിക്കണം. ഭയങ്കര പാടാണ്. അങ്ങനെ അത് കുടിച്ച് വച്ച് പിന്നെയും തിന്നാൻ തുടങ്ങി. നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മഹാരാജാസ് കോളേജിൽ പോയി. എന്തിനോ വേണ്ടി പോയി. ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രണ്ട് വന്നില്ല. പിന്നെ അവിടെ ആരും ഉണ്ടായിരുന്നൊന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ
ഒന്ന് കാണിച്ചു കൊടുത്തു, ഇതാണ് കോളേജ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ബോട്ട് പോയില്ലേ, അങ്ങനെ ബോട്ടിൽ കയറി. 12 രൂപയെന്ന് തോന്നുന്നു, ഒരാൾക്ക് 6 രൂപ അങ്ങനെ എന്തോ. അങ്ങനെ ബോട്ടിൽ കയറി. ബോട്ടിലും സൗകര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യാൻ. പിന്നെ ഇതാണ് വെള്ളം, ഇതാണ് കപ്പൽ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഞാൻ ഇതിലാദ്യമായിട്ടാണ് കയറണേ. നമുക്ക് വാട്ടർ മെട്രോ ഉണ്ട്, അതുകൊണ്ട് ഇതിൽ കയറിയിട്ടില്ല. പിന്നെ ഇതായിരുന്നു ആ വണ്ടി ഓടിച്ച ചേട്ടന്മാർ. അയ്യോ ഭയങ്കര കമ്പനിയായി നമ്മുടെ അടുത്ത്. എന്താ ആ ചേട്ടൻ ഫോണൊക്കെ തന്നിട്ട് പാട്ടൊക്കെ വെച്ച്, ഞങ്ങളാണ് പിന്നെ ആ ബോട്ടിൽ ഫുള്ള് പാട്ട് വെച്ച് ചില്ല് ചെയ്ത് ഞങ്ങളായിരുന്നു. മറ്റേ ഒച്ചത്തിൽ വെച്ച് ചുമ്മാ സീനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്, പിന്നെ പോകാൻ നേരത്ത് അവരൊക്കെ ബൈ ബൈ പറഞ്ഞു. ഈ ചേട്ടൻ ബൈ ബൈ പറഞ്ഞു. വീട്ടിൽ കാണിച്ചു കൊടുക്കണ്ടേ? അല്ല ഞാൻ എടുക്കണേന്ന് എന്തെങ്കിലും പറ. നിങ്ങൾ നിക്കോ എല്ലാവരും? അല്ല ഞാൻ യൂട്യൂബിലിടും. അയ്യോ വെളിച്ചിപ്പുറത്താ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പം ഞാൻ വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പം അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇതായിരുന്നു. ഓക്കെ ബൈ.